ഹായ് മക്കളെ, ലേൺ ആൻഡ് തിങ്കിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ഓരോ വിളിയും കാത്ത് എന്ന പാഠഭാഗത്തിലെ അച്ഛൻ്റെ കഥാപാത്ര നിരൂപണമാണ്. അപ്പോൾ എല്ലാവരും ഇത് നല്ലതുപോലെ ശ്രദ്ധിച്ച് പഠിക്കുക, തീർച്ചയായും വരുന്നതാണ്. അച്ഛൻ്റെ സ്വഭാവ സവിശേഷതകൾ, കഥയിലെ സ്ഥാനം എന്നിവ വ്യക്തമാക്കുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഉത്തരം: മലയാള ചെറുകഥാ ലോകത്തിലെ ശ്രദ്ധേയനായ കഥാകൃത്താണ് UK കുമാരൻ. അദ്ദേഹത്തിൻ്റെ ഭാവസാന്ദ്രമായ ഒരു ചെറുകഥയാണ് ഓരോ വിളിയും കാത്ത്. ഭർത്താവ് മരിച്ചുപോയ ഒരു വൃദ്ധയുടെ മാനസിക വ്യാപാരമാണ് ഈ കഥയുടെ പ്രമേയം. ഓരോ വിളിയും കാത്ത് എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് അച്ഛൻ. കഥയിൽ ഒരിക്കലും നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ല. മകൻ്റെ ഓർമ്മകളിൽ മാത്രം തെളിയുന്ന കഥാപാത്രമാണ് കഥയിലെ അച്ഛൻ. കഥയിലെ പ്രധാന കഥാപാത്രമായ അമ്മ എന്ന കഥാപാത്രത്തിന് ഭാവശോഭ നൽകുന്ന സാന്നിധ്യമാണ് അച്ഛനുള്ളത്. തനി നാട്ടുംപുറത്തുകാരനാണ് അച്ഛൻ. നല്ലൊരു കൃഷിക്കാരൻ. കൃഷി ചെയ്തായിരുന്നു അയാൾ കുടുംബം പോറ്റിയിരുന്നത്. കൃഷിയിൽ എപ്പോഴും സഹായിക്കാൻ ഭാര്യയും ഉണ്ടായിരിക്കും കൂടെ. അതീവ സ്നേഹസമ്പന്നനായിരുന്നു അച്ഛൻ. എപ്പോഴും അയാൾക്ക് ഭാര്യയുടെ സാന്നിധ്യം ആവശ്യമാണ്. അതുകൊണ്ട് കൂടെ കൂടെ വിളിച്ചുകൊണ്ടിരിക്കും. എങ്കിലും ഇതിൻ്റെ ഒരു മറുവശവും അയാൾക്കുണ്ടായിരുന്നു. അമ്മയുടെ മറുപടിക്ക് കാലതാമസമുണ്ടായാൽ അയാളുടെ മട്ടുമാറും. തികച്ചും കോപിഷ്ഠനായി മാറും. ചില സന്ദർഭങ്ങളിൽ അമ്മയും കയർത്ത് സംസാരിക്കാൻ തുടങ്ങും. എന്നാൽ ആ സമയം മുതൽ അച്ഛൻ തികഞ്ഞ ശാന്ത സ്വഭാവക്കാരനായി മൗനം അവലംബിക്കും. രണ്ടുപേരുടെയും ശബ്ദം പൊങ്ങുന്ന ഒരു കലാപത്തിലേക്ക് വീട്ടിലെ അന്തരീക്ഷത്തെ അയാൾ ഒരിക്കലും എത്തിച്ചിരുന്നില്ല. ഒരു കർഷകൻ്റെ ദീർഘവീക്ഷണവും അനുഭവജ്ഞാനവും അയാൾക്കുണ്ടായിരുന്നു. സുഖമില്ലാതെ കിടപ്പിലായപ്പോഴും അയാൾ വീടിനകത്ത് കിടന്നുകൊണ്ട് തന്നെ പാടത്തും തൊടിയിലെയും മാറ്റങ്ങൾ ഭാര്യയെ പറഞ്ഞറിയിക്കും. കുളത്തിൻ്റെ കിഴക്കേ ഭാഗത്തുള്ള കവുങ്ങിലെ അടക്ക പഴുത്തത്, കുന്നിൻപുറത്തെ തേങ്ങ വരണ്ടത്, കന്നിനെല്ലിന് വേലി കെട്ടാൻ സമയമായത്, വരമ്പിലേക്ക് ചാഞ്ഞുകിടക്കുന്ന കതിരിൽ ചവിട്ടി ആരോ നടന്നു പോകുന്നത് എന്നിങ്ങനെ എല്ലാം അച്ഛനെ കാണാൻ കഴിഞ്ഞിരുന്നു. ഉത്തരവാദിത്തമുള്ള ഒരു കുടുംബനാഥനായിരുന്നു അച്ഛൻ. തൻ്റെ കാലശേഷവും കാര്യങ്ങളെല്ലാം നല്ല നിലയിൽ നടന്നു പോകണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. അതിനു വേണ്ടിയായിരുന്നു ആ ഉപദേശങ്ങളെല്ലാം. ഇതൊക്കെ ഉണ്ടാക്കിത്തരാൻ എനിക്ക് കഴിഞ്ഞല്ലോ, അതോർത്താൽ മതി എന്ന് മാത്രമായിരുന്നു സ്നേഹത്തോടെയുള്ള അച്ഛൻ്റെ പരിഭവം. ചുരുക്കത്തിൽ വായനക്കാരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് കഥയിലെ അച്ഛൻ. പുറത്തേക്ക് പൗരുഷം തോന്നിപ്പിക്കുമെങ്കിലും അകത്തളങ്ങളിൽ കുടുംബത്തെ പുൽകുന്ന ഒരു കുടുംബനാഥനാണ് കഥയിലെ അച്ഛൻ. എല്ലാവരും ഇത് നല്ലതുപോലെ പഠിച്ചിട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നല്ലതുപോലെ പഠിച്ചതിന് ശേഷം മാത്രം എക്സാമിന് പോവുക. ഓക്കെ, താങ്ക് യു.